ഇനി ബ്രൈഡ് ആവാൻ പോകുന്നവർ വെഡ്ഡിംഗ് സാരി പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ വെഡ്ഡിംഗ് സാരി ലുക്കിൽ സെൻറ്റർ പ്ലീറ്റ്സ് ഫ്ലഫി ആയിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സാരി പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. നിങ്ങൾക്കതിനൊരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 2-3 സാരി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ സാരി പോലെ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. ടച്ച് ചെയ്യുമ്പോൾ പതിഞ്ഞു പോകുന്ന ടൈപ്പ് ആണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ നമുക്ക് ഫ്ലഫി പ്ലീറ്റ്സ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയുള്ളൊരു സാരിയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൻ്റെ കൂടെ സാരി ഫോൾ അറ്റാച്ച് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് നിങ്ങൾക്കുള്ളത്. ഇനി ഞാൻ ഫ്ലഫി പ്ലീറ്റ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാരീസ് കാണിക്കാം. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ സാരീസ് എല്ലാം ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിൽ വരുന്ന സാരീസാണ്. ഇത് ഒരു 14,000 എബോവ് വരുന്ന സാരിയാണ്. ഇത് നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഇതിൽ 2 എണ്ണം ടിഷ്യൂ സിൽക്ക് കാറ്റഗറിയിൽ വരുന്നതും ഒരെണ്ണം സെമി കാഞ്ചീപുരം സിൽക്കിൽ വരുന്നതുമാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള 2 സാരീസും ബിലോ 2000 റേഞ്ചിൽ വരുന്ന സാരീസാണ്. എന്നാൽ നമുക്കിതിൽ ഫ്ലഫി പ്ലീറ്റ്സ് ചെയ്യാനും പറ്റും.